ഇവനാളൊന്ന് ശരിക്കും തൊട്ട് നോക്കിയോട്ടെ. വേഗം വേഗം ശരിക്കും മസിലുണ്ട്. ഈ വീഡിയോയിലെ കമന്റ്സ് ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. ശരിയെന്നാ. ഞാൻ റണ്ണറപ്പ് ആയിരുന്നു ആയത്. പക്ഷെ അതിനൊരു പേരിട്ടേക്കുന്ന ബെസ്റ്റി. എന്നിട്ട് ഇവർക്കുണ്ടല്ലോ കേട്ടോണ്ടിരിക്കണ ചിലർക്കൊക്കെ ഇത് കൊള്ളും. ആർക്കും ആഗ്രഹം ഇല്ലാത്തത്. ഒരു അടിപൊളി കമന്റ് ഇട്ട്, പക്ഷെ ഫുഡ് കഴിക്കുന്ന വാണ്ട് ഞാൻ പറയില്ല. കമന്റുകൾ കൊണ്ട് അവരവിടെ വർണ്ണശബളമാക്കുന്നു. ജംനാപ്യാരി ഇറങ്ങിയ ശേഷം എന്നോട് ചോദിച്ചവരുണ്ട് പുതിയ പടം ഇറങ്ങിയില്ലേ എന്ന്. എന്താ വിചാരിച്ചേ? എന്താ ഞാൻ തന്നെ ഒട്ടിച്ചേക്കാവുന്ന ഇതല്ലേ സംഭവം? അങ്ങനെയോ ബാല? ഞാനങ്ങനെ ആലോചിക്കുമായിരുന്നു. ഓക്കെ, കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? സിനിമകളില് മുന്നോട്ട് കൊണ്ടുപോകുന്ന റിവ്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. റിവ്യൂസ് വഴി നെഗറ്റീവ്സ് ആണോ പോസിറ്റീവ്സ് ആണോ എന്ന് അറിയാൻ പറ്റും. ഈ റിവ്യൂ കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താ അവരുടെ അഭിപ്രായം? എന്താ? എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. നമ്മൾ സിനിമ കാണുന്നതിന് മുമ്പേ റിവ്യൂ കണ്ട് അതിനൊരു വിലയിരുത്തിയിട്ടായിരിക്കും സിനിമയ്ക്ക് പോകുന്നത്. അതെ 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 അതെ. അപ്പൊ നമ്മൾ കാണുന്ന രണ്ട് രീതിയിലുണ്ട്. അത് ശരിയാണ്. ഓക്കെ, രണ്ട് രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ സിനിമയൊന്നും പറയുന്നില്ല. ഞാൻ ഈ അടുത്തിടയ്ക്ക് റിവ്യൂ കണ്ടുപോയൊരു സിനിമയുണ്ട്. അതായത് 2-3 ദിവസം മുഴുവനും ഈ പടം ഭയങ്കര ഗംഭീരമാണ്, ഈ പടത്തിലെ അഭിനയം അങ്ങനെ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ കരുതി ഓക്കെയാണ്, പോയി കാണാന്ന് പറഞ്ഞു. പക്ഷെ പ്രതീക്ഷിച്ചല്ല സംഭവിച്ചത്. അല്ല, ഹൈപ്പ്. അത് ശരിക്കും ഒരു അവിടെ എന്താ പറയാ, അല്ല അവിടെ ഈ പറഞ്ഞ ആളുകളെ കയറ്റാൻ വേണ്ടി ഒരു പബ്ലിസിറ്റി അവിടെ നടന്നിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ റിവ്യൂ കളിച്ചിട്ടുണ്ട്, ശരിക്കും കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. റിവ്യൂ പറയുന്നതൊക്കെ നല്ലതാണ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ നമ്മളൊരു പടം തുടങ്ങി നാളെ റിലീസാവുന്ന പടം, ആ പടത്തിന് ഫസ്റ്റ് ഹാഫ് വഴിയും തന്നെ റിവ്യൂ ഇടുവാണ്. ഇത് ഭയങ്കര മോശമാണ്, അങ്ങനെ ഈ സമയത്ത് ലാഗ് വന്നു, ഇതൊക്കെ പറയുമ്പോഴേക്കും ആൾക്കാർക്ക് അപ്പൊ തന്നെ ഒരു മനസ്സിൽ വേറെ അങ്ങനെ ഉണ്ടോ പടം, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കയറി പോകുന്നത് പറയാൻ പറ്റില്ല. ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. ഇഷ്ടംപോലെ പടങ്ങൾക്ക് അവസാനം 20 മിനിറ്റ് ഒക്കെ പിടിച്ചിരുത്തി നല്ല സക്സസ് കൊണ്ടുവരാൻ പറ്റിയ പടങ്ങളുണ്ട്. അതിന്റെ എന്താ പറയാ, തുടക്കം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ റിവ്യൂ നെഗറ്റീവ് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. പല ആളുകളുടെ റിവ്യൂസ് പടങ്ങൾക്ക് നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ റിവ്യൂ ചെയ്യുന്നവർക്ക് പൈസ കൊടുത്തിട്ട് റിവ്യൂ ചെയ്യിപ്പിക്കുന്നു എന്നൊരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് സിനിമാക്കാർ പൈസ കൊടുത്ത് റിവ്യൂ ചെയ്യിപ്പിച്ച് പോസിറ്റീവ് ആക്കി കൊടുക്കുന്ന ഒരു, പൈസ കൊടുത്തില്ലെങ്കിൽ മേ ബി ആ റിവ്യൂക്കാര് നെഗറ്റീവായിട്ട് റിവ്യൂസ് ഇടും. അതെന്താ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല ഈ കാര്യം. ഞാൻ കണ്ടിട്ടില്ല ഒരു പൈസ കൊടുക്കുന്നതുകൊണ്ട് ശരിക്കും എനിക്ക് അറിയില്ല അതിനെ പറ്റി പറയാം. അങ്ങനെ പറയുന്നുണ്ട്. ചിലപ്പോൾ ആയിരിക്കും. കാര്യം എല്ലാത്തിലും ഒരു ബിസിനസ് ഉണ്ടല്ലോ, പൈസ കിട്ടും. നമുക്ക് ഒരു കാര്യം ജോലി ചെയ്യുമ്പം അതിലൊരു സാലറി കിട്ടിയാൽ നമുക്ക് സന്തോഷമാണല്ലോ. പിന്നെ ഒരാളുടെ ഡിമാൻഡാണ്, അതായത് ഈ പറഞ്ഞ റിവ്യൂ ഇട്ട ആളുകൾക്ക് ഡിമാൻഡായി. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ ആളുകൾ കാണുമെന്ന വിശ്വാസം ഈ പറഞ്ഞ ആളുകൾക്കുണ്ട്. ഇപ്പൊ കുറച്ച് പൈസ കൊടുത്താൽ എന്താണ്, അവര് പൈസ കൊടുക്കുന്നു, അവര് പറയുന്നു. ശരിക്കും സിനിമ നല്ല സിനിമകളെ പോലും താഴ്ത്തോട്ടാക്കുന്ന എല്ലാം എനിക്ക് തോന്നുന്നു ഒരു തലവരയായിട്ടൊരു സിനിമയുടെ ഒരു നല്ല പടം. അതായത് ഇപ്പൊ എനിക്കിഷ്ടമുള്ള പടം അവനക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, അങ്ങനെ ആയിരിക്കാം. ഇപ്പൊ ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ കിങ് ഓഫ് കൊത്ത എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. വെരി നൈസ്. എന്തായാലും അങ്ങനെ തന്നെ വന്നല്ലോ. എനിക്കിഷ്ടമാണ് ആ പടം. അപ്പൊ എന്താണ് ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ പല കാര്യങ്ങളുണ്ട്. ഞാൻ 2 തവണ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ഈ കൊച്ചതെന്ത് ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകും. ചില ആളുകൾക്ക് ചില പടത്തിൽ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാം. പക്ഷേ എന്തോ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, അത് ഭയങ്കര ഒരു ഹൈപ്പ് അതിന് കിട്ടിയല്ലോ. പക്ഷെ അതിന്റെ ഒരു റിപ്പോർട്ടൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിനത്രയും അല്ലെ ഒരു പോസിറ്റീവ് റിവ്യൂസ് കുറവായിരുന്നു. കിട്ടിയ ഹൈപ്പ് വെച്ചിട്ട് പോയി കാണുമ്പോൾ ആ ഒരു ഫീല് കിട്ടില്ല. പിന്നെ ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള കാര്യം മിണ്ടാതെ ഒന്ന് പടം ഇറക്കുക. അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല. ഇൻസ്റ്റാഗ്രാമിൽ 4 മില്യൺ 5 മില്യൺ അടിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ? കണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ഫിറ്റ്നസിന്റെ ഒരു വീഡിയോ. ശരിക്കും അത്രയും വ്യൂവേഴ്സ് വന്നിട്ട് 5 മില്യൺ അടുപ്പിച്ച് വ്യൂവേഴ്സ് വന്നിട്ട് അത്രയും ബാഡ് കമന്റ്സ് ആണ് അതിൽ വന്നത്. ശരിക്കും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത്രയും നല്ലൊരു വീഡിയോക്ക് എത്ര ബാഡ് കമന്റ്സ്. ശരിക്കും ബാഡ് കമന്റ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബാഡ് കമന്റ്സിനെ കുറിച്ച് പറയാനുള്ളവര് ആ ഇടുന്ന കമന്റ് ഇടുന്ന ആളുകളുടെ മൈൻഡ് അത്രയും ബാഡ് ആയതുകൊണ്ടാണ്, തരം താന്നതാണ്. പിന്നെ ഒന്നത്തെ കാര്യം വെച്ചാൽ അത് മാത്രമല്ല, ഇത് നമ്മളൊരു നല്ല കാര്യം വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് വാട്ടെവർ, അത് അവരെടുക്കുന്ന രീതി. ഒരു കാര്യം ഒരു എഫേർട്ട് ഉണ്ട് എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും അല്ലെ. അപ്പൊ അത് ചെയ്തിടുമ്പോഴത്തേക്ക് അവർക്കത് പറ്റുന്നില്ല. അപ്പൊ അവർക്ക് ഇങ്ങനെ നമ്മളെ പറയാൻ പറ്റുള്ളൂ. അവർക്ക് കിട്ടുന്നില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസൂയ, പല സംഭവങ്ങളായിരിക്കാം. അതാണ് ഒരു മെന്റാലിറ്റി. ഈ ബാഡ് കമന്റ് കാണുന്ന കൂട്ടത്തിൽ നമ്മൾ പോസിറ്റീവ് കമന്റ് കാണുന്നില്ല. ഒരു 10 നല്ല കമന്റ് ഇടയിലാണ് ഇത് കിടക്കുന്നത്. പക്ഷെ അത് അത്രയും വൃത്തികെട്ട കമന്റ് ആയതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത് അല്ലെ. അതിപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ഇപ്പം ആർട്ടിസ്റ്റുകളാവട്ടെ ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ എല്ലാവരും ലോക്ക് ചെയ്യാണ്, കമന്റ് ബോക്സ് അങ്ങ് ലോക്ക് ചെയ്യാണെന്ന് പറഞ്ഞത്. കാര്യം അവർ പേടിച്ചിട്ടാണ്. കാര്യം എന്താണെങ്കിലും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് ചെയ്യുന്നൊരു പെൺകുട്ടി ആരെങ്കിലും ആയിക്കോട്ടെ, നല്ല ഗ്ലാമറസ് ആയിട്ട് ചെയ്യുന്നവർ
അങ്ങനെ ഒരു വിഭാഗം. ഇവർ രണ്ടുപേരും ഇത് എന്തായാലും ലോക്ക് ചെയ്യും. കാര്യം എങ്ങനെ ചെയ്താലും ഈ മോശം കമന്റ് വരും, ഉറപ്പുള്ള കാര്യം. അതെന്ത് ചെയ്താലും വരും. അതാണ് അത് നമ്മൾ നല്ലൊരു വീഡിയോ ആണെങ്കിൽ ഇടുന്ന ആൾക്കാരുടെ ഒരു മനോഭാവം മാറ്റണം അല്ലേ? തീർച്ചയായിട്ടും അത് മാറ്റാനൊന്നും പറ്റൊന്നുമില്ല. അതൊക്കെ അങ്ങനെ അങ്ങ് നടന്നു പോകും. നമ്മളത് എന്താ പറയാ, നോ മാറ്റർ, അത് അങ്ങനെ എടുക്കാം. അതെ അതെ അതെ. ഈ വീഡിയോയിലെ കമന്റ്സ് ഞാൻ ഓരോന്നായിട്ട് വായിക്കാം, നല്ല കമന്റ്സ് മാത്രം. ശരി എന്നാ അവർക്കുള്ള റിപ്ലൈ സ്പോട്ടിൽ കൊടുക്കണം. അല്ല, ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്. ചില ആളുകളൊക്കെ അവരുടെ വീഡിയോയില് കമന്റ് സെക്ഷൻ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്തിട്ടില്ല. നമുക്ക് അതിന്റെ ആവശ്യം, നമ്മൾ ലൈവായിട്ട് കൊടുക്കും. ഫസ്റ്റ് കമന്റ് ഇതാണ്: എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് പോരെ ചേച്ചി മാസ്. അവര് മറ്റേ കമ്പയർ ചെയ്യണ മറ്റേ എന്താ പറയാ, വലിയ ബോഡി ബിൽഡേഴ്സും ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാല്, പിന്നെ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കാര്യം. അതാണ് അവർക്ക് എല്ലാത്തിന്റെ അസൂയാണ്. അതെ അതെ, അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇങ്ങനത്തെ കാര്യം. ഹോട്ടെന്നൊക്കെ ഉണ്ട്. അതിപ്പോ ഏത് പിള്ളേരാണെങ്കിലും ഹോട്ടെന്നൊക്കെ താഴെ വരുമല്ലോ. അതൊക്കെ അങ്ങനെ തന്നെയാണ്, അതൊക്കെ റെഗുലർ. ഒരു അടിപൊളി കമന്റ് ഉണ്ട്, പക്ഷേ ഞാൻ ചേച്ചി വായിച്ചോ? ഇതല്ലേ? അതന്നെ ഫസ്റ്റ് ഞാൻ നല്ലൊരു കമന്റ് ആണ്, നല്ലൊരു വേർഡ് ആണ്. പറ ചേച്ചി. അത് ഞാൻ പറയണോ? അത് കണ്ടത് പറയണോ? ആ വേർഡ് ഞാൻ കാണിക്കില്ല, പറയില്ല, വേണേ കാണിച്ചു തരാം. ഇത് സിനിമകളിലൊക്കെ വളരെ അല്ലേ ഉപയോഗിക്കുന്ന വേർഡല്ലേ അല്ലേ? ഉറപ്പായിട്ടും ഇതല്ലേ സംഭവം? അതെ അതെ അതെ. അതായത് ഇതിപ്പോ ഞാൻ പറയട്ടെ, വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. അതായത് ഒരാൾ നടന്നു പോകുന്നു, ഒരു പെൺകുട്ടി നടന്നു പോകുന്നു, ഒരാണ് എന്ന രീതിയിൽ. ഞാൻ പറഞ്ഞത് ആണുങ്ങളെ മോശം പറയുന്നതല്ല കേട്ടോ, അങ്ങനെയല്ല. ഇവര് ആളുകളെ സ്കാൻ ചെയ്യുമ്പം എന്താ പറയാ, ബോഡി പാർട്സിലേക്ക് പോകാം, ഇങ്ങനെയൊക്കെ പോകാം. അപ്പൊ ഈ നമ്മൾ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞ സിനിമ, നിനക്ക് എന്റെ ഏറ്റവും ഇഷ്ടമായ കാര്യം എന്താന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജയസൂര്യ പറയുന്ന റിപ്ലൈ ഉണ്ടെന്ന് പറഞ്ഞാല് അല്ലേ? അപ്പം അതുപോലെ പറഞ്ഞൊരു സംഭവം തന്നെയാണത്. അത് മോശം അല്ല. ആ ചേട്ടൻ അത് എടുത്ത സെൻസ് എന്താ പറയാ, ആ പുള്ളി അന്ന് ആ മൊമെന്റ് എന്താണ് പുള്ളി ആലോചിച്ചെന്ന് നമ്മൾ പറയുന്നില്ല, അതിനെപ്പറ്റി ഒന്നും നമ്മൾ പറയുന്നില്ല. ഇങ്ങനെ പല കമന്റ്സ് കാണാം. നമ്മളത് ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല. ഞാൻ പൊതുവേ ഇങ്ങനത്തെ ആളൊന്നും എന്തെങ്കിലും റെസ്പോൺസ് നോക്കിയിട്ടുണ്ടോ? ഞാൻ ആകെ എന്താ പറയാ, എൻ്റെ വീട്ടുകാര്, എൻ്റെ ഫ്രണ്ട്സ്, അവരെന്തെങ്കിലും നല്ലത് ഞാൻ ലവ് ഇട്ടിട്ടുണ്ടോ, മറ്റേ ലൈക്ക് ഇടുമല്ലോ നമ്മൾ, ഇതായിരിക്കും ഞാൻ ചെയ്യുക. അല്ലാണ്ടൊന്നും പറയാം. ചിലത് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, അങ്ങനെ റെസ്പോണ്ട് ചെയ്യണം തോന്നാറുണ്ട് ചില കമന്റുകൾ കാണുമ്പം. ഈ തെറികളൊക്കെ വിളിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഇത്. പക്ഷെ ഞാൻ പിന്നീട് അറിയാം, ഇത് എന്തിനും റെസ്പോൺസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളത് മൈൻഡ് ചെയ്യരുത്. മൈൻഡ് ചെയ്യേണ്ടി പോകുന്ന അറിയോ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? അല്ല, അവർക്ക് ആ ഒരു വീര്യം കുറയും. നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിലൂടെ കമന്റ് ഇട്ട് ഫേമസ് ആവുന്നവരുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത കമന്റ്, മിസ്റ്റർ പോഞ്ഞിക്കര. സോറി, മിസ്റ്റർ പോഞ്ഞിക്കര അല്ല, ഞാൻ റണ്ണറപ്പ് ആയിരുന്നു ആയത് 2021. പോഞ്ഞിക്കര അല്ല, സോറി. മിസ്സസ് അല്ല കേട്ടോ, അത് മോഡൽ ഫിസിക്കാണ്, വുമൻസ് മോഡൽ ഫിസിക്കാണ് 2021. അതിൽ റണ്ണറപ്പ് ആയിരുന്നു. പോഞ്ഞിക്കര അല്ല, എൻ്റെ സ്ഥലം മുളന്തുരുത്തിയാണ്. അടുത്ത കമന്റ് വായിക്കാം. മിന്നാമിനിങ്ങിന്റെ വെട്ടം മാറ്റി നീലയാക്കിക്കോളൂ. ഓ അങ്ങനെയോ ബാല, മനസ്സിലായി, ഉദ്ദേശം മനസ്സിലായി. അല്ല, അതാ ഞാൻ പറഞ്ഞ, അവർക്ക് അങ്ങനത്തെ കാര്യം കാണാനാണ് അവർ നോക്കുമ്പോൾ അത് കിട്ടിയില്ല. അവരെന്നെ പറയാണ് അങ്ങനെ ഒന്ന് മാറ്റാമെന്ന് ചോദിക്കാണ്. സോറി, താല്പര്യമില്ല. എൻ്റെ ഡ്രസ്സിങ്ങിലാണെങ്കിലും അല്ല, ഞാൻ പറഞ്ഞത് അതായത് എക്സ്പോസ്ഡ് കോണ്ടന്റ് അല്ല ഞാൻ ചെയ്യുന്നത്. ഇത് എന്താ തോന്നിയത് കണ്ടപ്പോൾ? ഇത് എക്സ്പോസ്ഡ് ആണോ? അല്ല, അങ്ങനെയല്ല. നമ്മൾ ഫിറ്റ്നസ് എന്ന് പറയുമ്പം പ്രത്യേകിച്ച് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നവരടക്കം എന്ന് പറഞ്ഞാൽ അവരൊക്കെ നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഒരാൾ മാത്രം പോയി ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഈ കോണ്ടന്റിലൂടെ കുറച്ച് ഗ്ലാമർ കാണിക്കാം, അല്ലെങ്കിൽ അങ്ങനെ അത് ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ഫിറ്റ്നസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഫിറ്റ്നസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മൾ ബോഡി ഫിറ്റ് ആക്കുന്ന ഒരു സാധനമാണ്. അതാണ്, ആ ഒരു സംഭവമാണ് നമ്മൾ ആ വീഡിയോയിലെല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കാണുന്ന ചേട്ടന്മാർ പക്ഷേ എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയല്ലേ ചെയ്തിരിക്കണത്. അപ്പോഴത്തേക്ക് ആ കമന്റുകൾ കൊണ്ട് അവരവിടെ വർണ്ണശബളമാക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നീലയാകാം, പച്ചയാകാം, മഞ്ഞയാകാം, നയനസുഖം അല്ലേ? അല്ല, അത്രേ ഉള്ളൂ, ഒരു ദർശനസുഖം. അതെ, ദർശനസുഖം. അതെ അതെ അതെ. അപ്പോൾ ഇതുപോലുള്ള കമന്റ്സ് ഇടുന്നവർക്ക് ഈ ലൈംഗിക ദാരിദ്ര്യം അതുകൊണ്ടായിരിക്കും അവർ ഇതുപോലത്തെ കമന്റ്സ്. അല്ല, ഇതിപ്പോ കമന്റ് ഇട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും റേപ്പുകളും അല്ലെ, കുട്ടികളെ റേപ്പ് ചെയ്യുന്നു, എല്ലാവരും അല്ലെ, മുതിർന്ന പ്രായമായ സ്ത്രീകൾ, ഇങ്ങനെ അത് സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാവും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ നാട്, നമ്മുടെ കൾച്ചർ എല്ലാം അല്ലെ, നമുക്ക് ഇപ്പോഴും ഉണ്ട് എനിക്ക് തോന്നുന്നു അല്ലെ, നമ്മൾ ഒരാണ് പെണ്ണ് സംസാരിക്കുമ്പം അവര് വേറെന്തോആണ് അല്ലെ. ഈ ഫ്രണ്ട്ഷിപ്പ്, ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോഴും ബെസ്റ്റി എന്ന് പറഞ്ഞ വേറെ സാധനമല്ല അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് വേറെ, ഇപ്പൊ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ആണ്. അതിന്റെ മീനിങ് വരെ ഇപ്പൊ മാറ്റി കളഞ്ഞില്ലേ? എന്താ മീനിങ്? എന്താ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്, ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ അല്ലെ, നമ്മുടെ ചില ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അതായത് ചില അങ്ങനെയല്ല, കാഷ്വൽ റിലേഷൻഷിപ്പ് അങ്ങനെ സാധനം. നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ന്യൂ ജനറേഷൻ അല്ലെന്നേ. അതാ. എന്നിട്ട് ഇവർക്കുണ്ടല്ലോ, കേട്ടോണ്ടിരിക്കണ ചിലർക്കൊക്കെ ഇത് കൊള്ളും.
ഇവർക്ക് ട്രൂ റിലേഷൻ ഉണ്ട്, അതായത് ഇവർക്ക് നല്ല റിലേഷൻ ഒരു പാർട്ട്ണറൊക്കെ ഉണ്ട്, എന്നിട്ട് നമ്മളോട് പറയാണ് കാഷ്വൽ റിലേഷൻഷിപ്പ് എന്താ താല്പര്യത്തിൽ നിങ്ങൾ ആ വൈബ് സെറ്റ് ആക്കണം. നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാരുമായിട്ട് ന്യൂജൻ എന്ത് ന്യൂജൻ അത് എനിക്കറിയില്ല. അതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും കുഴപ്പമില്ലാത്ത ഒരു മെന്റാലിറ്റി ആയിരിക്കും. എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നവരായിരിക്കും. അല്ല, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മളെന്ന് കരുതി മാറ്റി നിർത്തരുത്. നമ്മൾ ന്യൂജൻ ആണ്, അങ്ങനെയാണ്, ഓൾഡ് സ്കൂളാണ് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അല്ല, ഇത് ഞാൻ പറഞ്ഞത് ഭയങ്കര സോൾമേറ്റിനെ പിടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സാധനം പറയണത്. നിങ്ങളെന്ത് ഇങ്ങനെ വരാത്തത്? സിറ്റുവേഷൻഷിപ്പുകൾ അത് വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്കാണ് പോകുന്നത്. അവർക്ക് ഒന്നിലേറെ ആൾക്കാരെ ട്രൈ ചെയ്യണമെന്നോ എന്തൊക്കെ ഒരു മൈൻഡ് ഉണ്ട്. അതിനൊരു പേരിട്ടേക്കുന്ന ബെസ്റ്റി ഫ്രണ്ട്സിന്റെ മീനിങ്സ് മാറ്റി. അതായത് അതിന്റെ തന്നെ ഞാൻ പറഞ്ഞു, മറ്റേ കാഷ്വൽ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, സിറ്റുവേഷൻഷിപ്പ്, ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ല ഈ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പോയി നിൽക്കുന്നത് അങ്ങോട്ടാണെന്ന് പറഞ്ഞത്. നാടിന്റെ ഒക്കെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? നമ്മളിപ്പോ ഈ കമന്റ്സിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കമന്റ്സ് വഴി സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാക്കി. ഈ വീഡിയോസ് ചെയ്യുന്നവർക്ക് മാനസിക സമ്മർദ്ദം, അതുപോലെ ആത്മഹത്യ വരെ എത്തിക്കുന്ന ലെവലിലുള്ള കമന്റ്സുകൾ ഉണ്ട്. സൈബർ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സൈബർ ബുള്ളിങ് ചെയ്യുന്നവർ ശരിക്കും പറഞ്ഞ് ഇവർക്കറിയാം അത് ചെയ്യുമ്പം ഇവരെ യാതൊരുവിധ അതായത് ലോ അല്ലേ, അത്രയും ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. എന്തെങ്കിലും ഒരാളെ ഒരു കൊലപാതകം, ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ ഒരു പോലീസിനെതിരെ എന്താ പറയുക, പോലീസിലെടുത്ത് കൊണ്ട് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു, അതിനെതിരെ നടപടികൾ ഉണ്ടാകുന്നു. അപ്പം പക്ഷേ എനിക്ക് നിലവിലുണ്ട് സൈബർ ബുള്ളിങ്ങിനൊക്കെ എല്ലാത്തിനും ലോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ നേരത്തെ നമ്മുടെ വീഡിയോസിനൊക്കെ താഴെ ഇടുന്ന കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത്തരം മോശം കമൻറ്റിട്ട് ഒരാൾ ഹേർട്ടായി കഴിഞ്ഞാൽ, അയാൾക്കൊരു സംഭവം പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ അവർക്കൊരു പണിഷ്മെന്റ് സംഭവം വരണം. അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, അല്ല അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കുറഞ്ഞു വരും എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രവണതകളൊക്കെ കുറഞ്ഞു വരും, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കുറഞ്ഞു വരും. അപ്പോൾ അത് ലോ ആൻഡ് റെഗുലേഷൻസിൻ്റെ സംഭവമാണ്, നമ്മുടെ വിഭാഗമല്ല. അതിനുള്ള സിസ്റ്റം നമുക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരത്തെ കാണിച്ച വീഡിയോയിലേക്ക് വരാം. അതിലൊരു പോസ്റ്റ് കാണിച്ചുകൊണ്ട് ഈ കമന്റ്സിനുള്ള മറുപടി നമുക്ക് കൊടുക്കണം. പോസ്റ്റ് കാണിക്കാം എന്നതുകൊണ്ട് കമന്റ്സ് വരെ നമുക്ക് എന്താ പറയാ മറുപടി ആവുന്ന എനിക്ക് അറിയില്ല. ഓക്കെ, ഇതിന് വേറെ കമന്റ് വരും, നോക്കിക്കോ. വരണമല്ലോ ചേച്ചി, അത് മാറ്റാതെ വെച്ചേക്കോ. ഞാനൊന്ന് ശരിക്കും തൊട്ട് നോക്കിയോട്ടെ. ശരിക്കും മസിലുണ്ട്, ശരിക്കും ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ശരിക്കും ഉണ്ട്. പാരമ്പര്യമായി കിട്ടിയ അങ്ങനെ ഒരു സ്പോർട്സ് ഫിസിക്കാന്ന് ശരിക്കും വിചാരിച്ച പോലെയല്ലോ കേട്ടോ. ശരിക്കും എന്താ വിചാരിച്ചേ? അല്ല, ഞാൻ ആർട്ടിഫിഷ്യൽ ആണെന്ന് വിചാരിച്ചതാ. ആർട്ടിഫിഷ്യലോ? എന്താ ഞാൻ തന്നെ ഒട്ടിച്ചേക്കോ? ഇതൊരിക്കലും മസിൽ അങ്ങനെ ഞാൻ പറയാം കേട്ടോ. നമ്മള് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണെന്ന് പറഞ്ഞല്ലോ, മറ്റേ ബോഡി ബിൽഡർ നീരജ ആ സാധനമല്ല കേട്ടോ. ഓക്കെ, അതൊക്കെ പോട്ടെ. ഞാൻ ആദ്യമേ കണ്ടപ്പോഴേ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ചോദ്യം ഇതായിരുന്നു. എന്തായിരുന്നു? ഗായത്രി സുരേഷിന്റെ ആരെങ്കിലും ആണോ? അതേ ഫേസ് കട്ട് ഉണ്ട്. ഞാനങ്ങനെ ആലോചിക്കുമായിരുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞ പരിപാടിയൊക്കെ കഴിഞ്ഞാവോ, ഇന്ന് ആരും പറഞ്ഞു കേട്ടില്ല എന്ന്. ഗായത്രീനെ ഞാൻ ശരിക്കും പേഴ്സണലി കണ്ടിട്ടില്ല. വർക്കുകളെല്ലാം കണ്ടാണ് നമുക്കും പരിചയം, അല്ല എനിക്ക് പരിചയം. പക്ഷെ ഞാൻ ഒരുപാട് നാളായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ്, ഒരു സിമിലാരിറ്റി പറയുന്നുണ്ട് സംസാരത്തിൽ, നമ്മുടെ എന്തോ ഫീച്ചേഴ്സിൽ എന്തൊക്കെ അങ്ങനെയൊക്കെ ചെറിയ എനിക്ക് തോന്നുന്നു ഇതുപോലെ ആർട്ടിസ്റ്റുകൾ സിമിലാരിറ്റി ഉള്ളവരൊക്കെ ഉണ്ട് അല്ലേ. ഈ നസ്രിയ, അതുപോലെ വർഷ ബുലമ, ഒരു കമ്പാരിസൺ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാനാ. പക്ഷെ എന്ന് കരുതി ഞാൻ നീരജയാണ്, അത് ഗായത്രിയാണ്. എനിക്കൊരു കണക്ഷൻ ഇല്ല ശരിക്കും. എനിക്ക് ഇൻ റിയാലിറ്റി തൃശ്ശൂരുള്ള ഒരാളാണ് ഗായത്രി. ജമുന പ്യാരി ഇറങ്ങിയ ശേഷം എന്നോട് ചോദിച്ചവരുണ്ട് പുതിയ പടം ഇറങ്ങിയില്ലേ എന്ന്. ഞാൻ എന്റെ പടമല്ല, എന്നെ വളരെ അടുത്തറിയുന്ന ആൾക്കാർ വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. അതെ അതെ അതെ. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എൻ്റെ കൂടെ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടിരുന്നതിന്. ഇനിയും കാണാം, അല്ല ഇനിയും സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച്. അഭിനയത്തിലൊക്കെ വരാൻ താല്പര്യമുണ്ടോ? ചാൻസ് കിട്ടിയാ നോക്കാം, ഒരു കൈ നോക്കും അല്ലേ, ആർക്കും ആഗ്രഹം ഇല്ലാത്തത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്ത് വലിയൊരു ബ്രാൻഡ് എപ്പിസോഡ് ഉണ്ടാക്കട്ടെ അല്ലെ ഈ ചാനലും അല്ലെ. എല്ലാവരും തിരിച്ചു അതുപോലെ ഒരുപാട് സിനിമകൾ കിട്ടി. താങ്ക് യു നല്ല താങ്ക് യു.